ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ 15-കാരൻ മുഹമ്മദ് ഷഹബാസ് നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കട്ടിയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ തലയോട്ടി പൊട്ടി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തിയ 5 വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ലിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് രാത്രി 12:30-ഓടെയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം. തർക്കത്തിന് തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസിനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയത്. കട്ടിയേറിയ ആയുധം കൊണ്ടുള്ള അടിയിൽ തലക്കേറ്റ ക്ഷതമാണ് ഷഹബാസിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആക്രമണത്തിൽ ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്തെ തലയൊട്ടി തകർന്നിട്ടുണ്ട്. ഷഹബാസിനെ മർദ്ദിച്ചതിൽ 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപായി ഹാജരാക്കിയ വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. എങ്കിലും ഇവർക്ക് ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതാനാകും. സംഘർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വിദ്യാർത്ഥികളുടെ കൈവശം ആയുധമെത്തിയത് എങ്ങനെ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. 24 കോഴിക്കോട്. മുഹമ്മദ് ഷഹബാസിന് കണ്ണീരോടെ വിട ചൊല്ലി ജന്മനാട്. താമരശ്ശേരി കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. നിരവധി പേരാണ് മുഹമ്മദ് ഷഹബാസിന് അന്ത്യയാത്രാമൊഴി നൽകാനെത്തിയത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് ഷഹബാസിന്റെ വേർപാട് താങ്ങാനാകുന്നില്ല ഉറ്റവർക്ക്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചതിരിഞ്ഞാണ് മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ചുങ്കം പാലോറക്കുന്നിലെ തറവാട്ടു വീട്ടിലെത്തിച്ചത്. കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മുഹമ്മദ് ഷഹബാസിനെ അവസാന നോക്ക് കണ്ടു. ചുങ്കം ടൗൺ മസ്ജിദിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ നിരവധി പേർ മുഹമ്മദ് ഷഹബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. ചുങ്കം പാലോറക്കുന്ന് ഇക്ബാൽ ഹസീന ദമ്പതികളുടെ മകനാണ് 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ്. തിങ്കളാഴ്ച SSLC പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് അതിക്രൂര മർദ്ദനവും പിന്നാലെ മരണവും. 24 കോഴിക്കോട്. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സിലെ യാത്രയപ്പിനിടെ ഉണ്ടായ നിസ്സാര തർക്കമാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്തത്. മുഹമ്മദ് ഷഹബാസ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ലെവലേശം കുറ്റബോധമില്ലാത്ത ചാറ്റും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഞായറാഴ്ചയുണ്ടായ തർക്കത്തിന്റെ പേരിൽ 4ാം ദിവസമാണ് മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ സംഘർഷമുണ്ടായത്. താമരശ്ശേരിയിലെ ട്രിസ് എന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫെയർവെൽ പാർട്ടിയുടെ ദൃശ്യങ്ങളാണിത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്റർ. ഇവിടെ ഇളയറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡാൻസിനിടെ സാങ്കേതിക തകരാറുണ്ടായതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. വിദ്യാർത്ഥികൾ കലഹിച്ചു. അന്നത്തെ തർക്കം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. കൂകി വിളിച്ചതിനും തർക്കങ്ങൾക്കും പകരം വീട്ടാൻ MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിൽ എത്താനായിരുന്നു അതിലെ ആഹ്വാനം. ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥിയല്ലാത്ത മുഹമ്മദ് ഷഹബാസിനെയും സുഹൃത്തുക്കൾ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. 2 വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഞായറാഴ്ചത്തെ പ്രശ്നങ്ങളുടെ പേരിൽ വീണ്ടും ഏറ്റുമുട്ടി. മുഹമ്മദ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത് ഈ ആക്രമണത്തിലാണ്.
ആശുപത്രിയിൽ എത്തിക്കാതെ പുറത്ത് മുഹമ്മദ് ഷഹബാസിന്റെ സ്കൂട്ടറിൽ വീട്ടിലിറക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. വീട്ടിൽ തളർന്നു കിടന്ന മുഹമ്മദ് ഷഹബാസിനെ രാത്രി 7 മണിയോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായതോടെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അപ്പോഴും ആക്രമിച്ചവർക്ക് ചെയ്തതിൽ ഖേദമില്ല. അവരുടെ ചാറ്റിലെ സംഭാഷണം ഇങ്ങനെയായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ, ഈ കണ്ണൊന്നും ഇല്ലോ. ഇന്നലെ രാത്രി മുഹമ്മദ് ഷഹബാസിന്റെ ആരോഗ്യനില വഷളായി. രാത്രി 10 മണിയോടെ നില വീണ്ടും വഷളായി. 12:30യോടെ മരണം സ്ഥിരീകരിച്ചു. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോട്ടയത്ത് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമെന്ന് സംശയം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മണർകാട് സ്വദേശിയായ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിയുടെ അംശം സ്ഥിരീകരിച്ചത്. മാതാപിതാക്കൾ ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 17-ാം തീയതി തിങ്കളാഴ്ച എല്ലാ ദിവസത്തെ പോലെ റൂട്ടീൻ പോലെ തന്നെ രാവിലെ സ്കൂളിൽ പോയി. വൈകുന്നേരം കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് വന്നപാടെ കയറിയും കിടക്കുമായിരുന്നു. എഴുന്നേക്കുന്നില്ല. ഞങ്ങൾ എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ഞങ്ങളോർത്ത് ക്ഷീണം കാരണം കിടക്കുമായിരുന്നു, ഓർത്ത് കിടന്നോട്ടെ എന്ന് വെച്ചു. പക്ഷെ ഒരു 6:30-7 ആയിട്ടും എഴുന്നേക്കുന്നില്ല. വിളിച്ചിട്ടെങ്ങും ഒരു അനക്കവും ഇല്ല. കുട്ടിയുടെ കയ്യിൽ അങ്ങനെ നമ്മൾ എവിടുന്നേലും മുട്ടായി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അതോ ഇത് എവിടുന്ന് വന്നതെന്നാണ് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുണ്ടോ? നമുക്കറിയത്തില്ല. ഇപ്പം കുഞ്ഞിന് ബോധം വന്നപ്പോഴത്തേക്ക് അവനോട് തന്നെ ഞാൻ ചോദിച്ചു, ഇത് എവിടുന്നാണ് മോനെ, ഫോട്ടോ കാണിച്ച് ഞാൻ ചോദിച്ചു, മോൻ ഇതാണോ കഴിച്ചത്? അപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ ഇതാണ് കഴിച്ചത്, ഇത് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയെന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞു. മോനെ എന്നാ കഴിച്ചത്, എന്തായിരുന്നു, എവിടുന്നാ മുട്ടായി കിട്ടിയത്? ആണോ? ആരാ തന്നതെന്നറിയാവോ? കഴിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ആണോ? ഉറക്കം വന്നോ? ആണോ? ക്ലാസ്സിൽ വെച്ച് ക്ഷീണം വന്നോ? ആണോ? ആരൊക്കെ മുട്ടായി തിന്നു? മോൻ മാത്രമേ തിന്നുള്ളൂ? ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് അങ്ങേയറ്റം അവിശ്വസനീയമായ കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത്. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? സ്കൂൾ അധികൃതർക്ക് എന്തെങ്കിലും അതിൽ പറയാനുണ്ടോ? ആരാണ് ഈ ചോക്ലേറ്റ് കൊടുത്തത്? ഇപ്പോൾ അടിയന്തരമായി പോലീസ് ഇടപെടേണ്ട ഒരു സംഗതിയാണല്ലോ. ഒരു 4 വയസ്സുകാരൻ അത് കഴിച്ചത് ഒരു ലഹരി ഉള്ള ചോക്ലേറ്റ് ആണെന്ന് ഇപ്പോൾ ആശുപത്രിയിലെ രാസപരിശോധനയിൽ തെളിഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമാണല്ലോ. എന്താണ് ടോബി വിശദാംശങ്ങൾ? വിജയകുമാർ, തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഭവമാണെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഈ മാസം 17-ാം തീയതിയാണ് സ്കൂളിൽ വെച്ച് ഈ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടുന്നത്. ആ ചോക്ലേറ്റ് മേശപ്പുറത്തിരുന്ന്, അതായത് കുട്ടികൾ പഠിക്കാനിരിക്കുന്ന മേശപ്പുറത്തിരുന്ന് കിട്ടിയെന്നാണ് കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ കുട്ടി നമ്മളോട് പറഞ്ഞത്. അത് കുട്ടി കഴിക്കുകയായിരുന്നു. ഈ കവറ് പൊട്ടിച്ച് ആരോ കഴിച്ചതിന്റെ ബാക്കിയായിട്ട് ആ കവറിൽ വെച്ചിരുന്ന ഒരു മുട്ടായി ആണെന്നാണ്, ചോക്ലേറ്റ് ആണെന്നാണ് ഈ കുട്ടി പറയുന്നത്. അതിൽ നിന്നും കഴിച്ചതിന് ശേഷമാണ് ഈ ടീച്ചർ കാണുന്നത്. ടീച്ചർ ഉടൻ തന്നെ ഈ കുട്ടിയെ മുഖത്തൊക്കെ ഈ ചോക്ലേറ്റിന്റെ അംശം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചിട്ട് ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങി വരുന്നത്. ഇത് മാതാപിതാക്കൾ ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ എന്ത് നടപടിയെടുത്തുവെന്ന് നമുക്ക് പരിശോധിക്കണം. ഈ വാർത്ത വരുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് നിന്നാണ്. ആ മണർകാട് സ്വദേശിയായ കുട്ടി ഏതാനും ദിവസം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരിയുടെ അംശം സ്ഥിരീകരിച്ചത്. ഒരു 4 വയസ്സുകാരൻ, ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് കിട്ടി. ആ ചോക്ലേറ്റാണ് ലഹരിയുടെ അംശം ഉണ്ടായിരുന്നു എന്ന് പരിശോധനയിൽ വ്യക്തമായത്. ഇതിൽ മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ടോബി, കേൾക്കാമെങ്കിൽ ടോബിക്ക് തുടരാം. ഇതിൽ നമുക്കറിയേണ്ടത് ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് ആ സ്കൂളിൽ എത്തിയത്? അതും 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് അത് എങ്ങനെ എത്തി? ആര് നൽകി? അത്തരം വിവരങ്ങൾ ഒരുപക്ഷെ സ്കൂളിനും പറയാൻ പറ്റുമായിരിക്കും. പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും എസ് പിക്കും അതുപോലെ തന്നെ മണർകാട് പോലീസിനും ഈ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സ്കൂൾ അധികൃതരിൽ നിന്നും അറിഞ്ഞ വിവരം അനുസരിച്ച്, അതായത് ഈ കുട്ടികൾക്ക് അബാക്കസിന്റെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ആ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ മുറിയിലേക്ക് കുട്ടികൾ ക്ലാസ്സിന് സമയമായപ്പോൾ അവിടേക്ക് പോയി ഇരുന്നു. ആ സമയത്താണ് ഈ കുട്ടിക്ക് മുട്ടായി ലഭിച്ചത്, ഈ ചോക്ലേറ്റ് ലഭിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ
മുൻപ് അവിടെ ഇരുന്നവർ ആരെങ്കിലും വെച്ചതാണോ എന്ന സംശയം മാതാപിതാക്കൾക്കടക്കമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഇങ്ങനെ ഈ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരെ അറിയിച്ചപ്പോൾ അതിന്റെ CCTV ഒക്കെ പരിശോധിച്ച് ഈ ചോക്ലേറ്റിന്റെ ഒരു കവർ കണ്ടെത്തിയിരുന്നു. അത് ആ ഒരു സംശയമാണ് കുട്ടിക്ക് ഈ ചോക്ലേറ്റിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ഈ ലഹരിയുടെ അംശം ശരീരത്തിൽ എത്തിയതെന്നൊരു വിവരം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. തീരെ അവശ നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലും അതിനുശേഷം കൊച്ചിയിലെ. ശരി ടോബി, എന്തായാലും ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. നമ്മൾ ഇന്ന് രാവിലെ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ഈ ലഹരി ചോക്ലേറ്റുകൾ അതിന്റെ നിർമ്മാണം അതെങ്ങനെ നമ്മളുടെ സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കുട്ടികളിലൊക്കെ എത്തുന്നു എന്ന് രാവിലെ നമ്മൾ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതായി കോട്ടയത്ത് നിന്ന് ഇത്തരമൊരു വാർത്ത കൂടി വരുന്നത്. ആ കുട്ടി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. ആ വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് നിരീക്ഷണത്തിൽ തന്നെയാണ്. പോലീസിൻ്റെ കണ്ടെത്തൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ കളക്ടർക്കും പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് പോലീസ് അതിൽ അന്വേഷിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ മാസപ്പിഴ കണ്ടു. റമദാൻ വ്രതാരംഭം നാളെ തുടങ്ങും. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. പൊന്നാനിയിലും കാപ്പാട്ടും വർക്കലയിലും മാസപ്പിഴ ദൃശ്യമായതിനാൽ നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാസത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. സമസ്തയുടെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദും നാളെ മാസപ്പിറവി 1 നിലക്ക് ഉറപ്പിച്ചതായി വിവരം അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യ റംസാൻ പിറന്നു. പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെ രാപ്പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും. ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് നോമ്പ് നോൽക്കും. നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം സമർപ്പിക്കും. ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവും ഇനി ഓരോ വിശ്വാസിയും. സംസ്ഥാനത്തെ വിവിധ ഖാസിമാർ റംലാൻ സന്ദേശം നൽകി. സമൂഹത്തിൻ്റെ വികാര വിചാരങ്ങളെ, വേദനകളെ, ആശങ്കകളെ, ഒറ്റപ്പെടലുകളെ ഇതിനൊക്കെ ഈ വ്രതാനുഷ്ഠാനം നാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുവാനുള്ള ഒരു വലിയ സന്ദേശവും പരിശുദ്ധ റംസാൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റംസാനെ ധന്യമാക്കുവാൻ എല്ലാവരും തയ്യാറാവുക. ഈ റംസാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നുള്ളതാണ്. എല്ലാ പള്ളിയിലെയും ഇമാമുമാർ, ഖതീബുമാർ വെള്ളിയാഴ്ച ജുമാനന്തരമുള്ള പ്രഭാഷണങ്ങൾ പ്രധാനമായും ആവർത്തിച്ചാവർത്തി നൽകേണ്ടത്. അതാ തറാവീഹിന് ശേഷമുള്ള പ്രഭാഷണങ്ങൾ, വനിതാ ക്ലാസുകളൊക്കെയും നൽകേണ്ടത് ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങളാണ്. അള്ളാഹു റമളാനിനെ നല്ല രൂപത്തിൽ തന്നെ ചൈതന്യവത്തായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാനും ഖുർആനും നോമ്പുമെല്ലാം നമുക്ക് ശുപാർശ പറയുന്ന സാഹചര്യം അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ്. രാത്രിയിലെ തറാവീഹ് നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളുമെല്ലാമായി ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിലലിയും. 24 കോഴിക്കോട്. ലഹരി മാഫിയക്കെതിരായ 24 അന്വേഷണം തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമാക്കാൻ ഉപയോഗിക്കുന്നത് ലഹരി അടങ്ങിയ ചോക്ലേറ്റ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ചോക്ലേറ്റുകളിൽ ലഹരി ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാനായി സമ്മാന പൊതിയാക്കി മാറ്റുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. ലഹരി മാഫിയ സംഘം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എങ്ങനെ ലക്ഷ്യം വെക്കുന്നു, എങ്ങനെ ആകർഷിക്കുന്നു എന്നും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. ചോക്ലേറ്റുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ചേർത്ത ശേഷം സമ്മാന പൊതികളാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ പരിചയപ്പെടുന്നവർക്കാണ് ലഹരി ചോക്ലേറ്റുകൾ നൽകിയത്. ക്രമേണ ഇവർ ഈ സംഘത്തിന്റെ ഭാഗമാകും. പിന്നീട് കുട്ടികളെ ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടും. ലഹരി വിൽപ്പനയ്ക്ക് പുറമെ സ്വന്തമായി ലഹരി ഉപയോഗിച്ച ശേഷം അതിന്റെ വീഡിയോകളും ഇൻസ്റ്റഗ്രാം പേജുകളിലും ഗ്രൂപ്പുകളിലും പങ്കുവെക്കുന്നതും ഇവരുടെ രീതിയാണ്. പുതുതായി കുട്ടികളെ കൊണ്ടുവരാൻ സാധിച്ചോ എന്നതും ലഹരി മാഫിയ സംഘം ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നുണ്ട്.
കൊച്ചി നഗരത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഈ സംഘത്തിന്റെ ഭാഗമാണ്. ലഹരി സംഘത്തിന്റെ ഭാഗമായ കുട്ടികൾ പഠിക്കുന്നതും കൊച്ചിയിലെ സ്കൂളുകളിൽ തന്നെ. സ്ഥിരമായി ലഹരി ഉപയോഗിച്ച ശേഷം വാങ്ങാൻ പണമില്ലാതാകുന്നതോടെ ലഹരിക്കായി മോഷണം നടത്തിയതായും ഇതേ കുട്ടികളിൽ ഗ്രൂപ്പുകളിൽ പറയുന്നു. നിയമത്തിനു മുന്നിൽ പ്രായത്തിന്റെ ആനുകൂല്യം മറയാക്കി ലഹരി കച്ചവടം നടത്തുന്നവരെ പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്തരക്കാർക്ക് കുട്ടികളെന്ന പരിഗണന നൽകണമോ എന്ന കാര്യം സർക്കാർ ഗൗരവമായി തന്നെ പരിശോധിക്കണം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കഞ്ചാവ് കേസിൽ കായംകുളം MLA യു പ്രതിഭയുടെ മകനെ ഒഴിവാക്കും. MLAയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. MLA യു പ്രതിഭ മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡിസംബർ 28-നാണ് തകഴി വിരിപ്പാലയിൽ വെച്ച് യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ എക്സൈസ് പിടികൂടുന്നത്. 90 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് ആദ്യം പറഞ്ഞ എക്സൈസ് സംഘം പിന്നീട് അത് 3 ഗ്രാം മാത്രമെന്ന് FIR-ൽ തിരുത്തി. യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിച്ചെന്ന് FIR-ഉം രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല, വീഴ്ചയുണ്ടായെന്നാണ് MLAയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S അശോക് കുമാറിന്റെ റിപ്പോർട്ട്. ലഹരി ഉപയോഗത്തിന് പിടികൂടിയവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജിന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വകുപ്പുതല റിപ്പോർട്ട്. റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറി. റിപ്പോർട്ട് പ്രകാരം ജയരാജിന് വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. 24 ആലപ്പുഴ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. കോട്ടയം സ്വദേശികളായ സാമുവൽ വിവേക്, വയനാട് സ്വദേശി ജീവ, മലപ്പുറം സ്വദേശികളായ റിജിൽജിത്ത്, രാഹുൽ രാജ് എന്നീ പ്രതികളാണ് ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് പകരം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള ഉത്തരവ് കത്തിച്ച് സമരക്കാർ. നാഷണൽ ഹെൽത്ത് മിഷന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ആശാ വർക്കർ കുഴഞ്ഞു വീണു. സമരത്തിന് പിന്തുണയേറുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് സമരപ്പന്തലിലെത്തി. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം 19 ദിവസം പിന്നിട്ടു. സമരത്തെ ചൊല്ലി രൂക്ഷമായ രാഷ്ട്രീയ വാക്പോരുകളും തുടരുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായി CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എജീസ് ഓഫീസ് മാർച്ച് കൂടി സംഘടിപ്പിച്ചതോടെ മറ്റു ചില രാഷ്ട്രീയ ചർച്ചകളും ഉയർന്നു. CITU നേതാവ് PB ഹർഷകുമാർ നടത്തിയ പ്രതികരണം വിവാദമായതോടെ പ്രതിപക്ഷം സമരത്തിന് കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തി. സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ? ഇപ്പൊ സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ്. ഈ പാവങ്ങളെങ്കിലും അവമാനിക്കണോ? സ്ത്രീകളല്ലേ, അവര് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഭീഷണിയും വേണ്ട, അവരെ കൂടെ ഞങ്ങളുണ്ട്. CPIMന്റെ വനിതാ നേതാക്കൾ വിഷയത്തിൽ ഇടപെടണമെന്ന് ഷാനിമോൾ ഉസ്മാൻ. അടിയന്തരമായിട്ട് വൃന്ദ കാരാട്ടിനെ പോലെയുള്ള CPMന്റെ വനിതാ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സമരം ചെയ്യുന്നവരെ കണ്ട് പിന്തുണ അറിയിച്ചു. ആശാ വർക്കർമാരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി. ഈ വിഷയം അങ്ങനെ അവർക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടും, അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. തിങ്കളാഴ്ച സമരസമിതി നിയമസഭയിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. കൂടുതൽ ആശമാർ ഡ്യൂട്ടിക്കെത്തി എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അവകാശപ്പെടുന്നത്. 525 ആശമാർ സമരത്തിൽ നിന്ന് പിന്മാറി തിരികെ റിപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നു. 5% പേർ മാത്രമാണ് ഡ്യൂട്ടിക്ക് എത്താത്തത് എന്നാണ് NHM ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഈ കണക്കുകൾ, അതിൻ്റെ ആധികാരികത, അതിൻ്റെ ഉറവിടമൊക്കെ NHM തന്നെയാണ് പറയേണ്ടത്. എന്താണ് അക്കാര്യത്തിൽ അവർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്? NHM ഇന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം പുതുതായി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകാത്ത 525 ആശമാർ കൂടി ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് അവർ ഡ്യൂട്ടിക്ക് ഹാജരായി എന്നാണ് NHMന്റെ ഏറ്റവും പുതിയ കണക്ക്. അതായത് ഇത് ഓൺലൈനാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് അവർക്ക് വിവിധ ജോലികളുണ്ട്. അത്തരത്തിൽ വിവിധ ജോലികൾ ചെയ്യാൻ ലോഗിൻ ചെയ്യാത്തവർ 1750ഓളം ഉണ്ട് എന്നാണ് കഴിഞ്ഞ മെനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്ന കണക്ക്. അത് മാറി 525 പേർ കൂടി ജോലിക്ക് എത്തി എന്നാണ് NHMന്റെ പുതിയ കണക്ക്. അത് പ്രകാരമാണെങ്കിൽ ഇനി
ഇനി 5% ആശമാർ മാത്രമേ ജോലിക്ക് എത്താതെ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് NHMന്റെ അവകാശവാദം. എന്തായാലും ഈ സമരത്തെ നേരിടാൻ കൃത്യമായ പദ്ധതിയുമായി NHM നേരത്തെ തന്നെ മുന്നോട്ട് പോയിരുന്നു. അതിൽ ആദ്യഘട്ടമാണ് ഇത്തരത്തിൽ ഡ്യൂട്ടിക്ക് എത്താത്ത സാഹചര്യങ്ങളിൽ ബദൽ ക്രമീകരണം ഒരുക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. അതിനുശേഷം ഇന്നലെ മറ്റൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ ഹെൽത്ത് വോളണ്ടിയർമാരെ നിർമ്മിച്ചുകൊണ്ട് ഇമ്മ്യൂണൈസേഷൻ അടക്കമുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം, അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി 11,70,000 രൂപയും അനുവദിച്ചിരുന്നു. ഈ ഉത്തരവ് കൂടി വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആശമാർ ജോലിക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 525 പേർ ഇന്ന് പുതുതായി ഈ ആപ്പിൽ ലോഗിൻ ചെയ്തു എന്നാണ് NHMന്റെ അവകാശവാദം. വിജയകുമാർ. യെസ്, 5% പേർ മാത്രമാണ് ഇനി ഡ്യൂട്ടിക്ക് എത്താൻ ബാക്കിയുള്ളത് എന്നാണ് NHM അറിയിക്കുന്നത്. അപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന 525 പേർ, അതായത് ഈ ദിവസങ്ങളിൽ സമരത്തിൽ പങ്കെടുത്ത 525 പേർ തിരികെ എത്തി എന്നും NHM അവകാശപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് തന്നെ പ്രതികരിക്കട്ടെ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബത്തിന്റെ കടബാധ്യതയെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല എന്നും അബ്ദുൾ റഹീം പോലീസിന് മൊഴി നൽകി. അതേസമയം കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റുവെന്നാണ് ചികിത്സയിലുള്ള മാതാവ് ഷെമി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി. 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യത ഇല്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. തീർക്കാവുന്ന കടമേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച മുൻപും അഫാനുമായി സംസാരിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നും അബ്ദുൾ റഹീം. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കുടുംബമല്ലാതെ ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിന്റെ നിയമവശം അവർ തെളിയിക്കാനുള്ളതാണ്. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും. പാങ്ങോടും വെഞ്ഞാറമൂടും പോലീസ് സ്റ്റേഷനുകളിൽ അബ്ദുൾ റഹീം മൊഴി നൽകി. ബാങ്ക് വായ്പയും മറ്റ് കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. ഇഖാമ പുതുക്കാൻ കഴിയാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ട അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണം എടുത്തു നൽകാൻ അടുത്തിടെ 60,000 രൂപ അയച്ചെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിട്ടില്ലെന്നും റഹീം മൊഴി നൽകി. അഫാന്റെ മാതാവ് ഷെമിയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് മൊഴി. കുടുംബത്തിന് ഇത്രയേറെ ബാധ്യത ഉണ്ടായത് എങ്ങനെയെന്ന് പോലീസും പരിശോധിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിലെ മനയിൽ മഞ്ഞിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട 4 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്ക് വേണ്ടി രക്ഷാദൗത്യം തുടരുകയാണ്. മഞ്ഞുവീഴ്ചയും മഴയും രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാകുന്നു. ബദ്രിനാഥിലെ മന ഗ്രാമത്തിനടുത്തുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ക്യാമ്പിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ കുടുങ്ങിയ 55 തൊഴിലാളികളിൽ 50 പേരെയും രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 14 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ ജോഷിമഠിലെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഇതിൽ ഒരാൾ പിന്നീട് മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജോഷിമഠിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കനത്ത മഞ്ഞുവീഴ്ചയും മഴയും മഞ്ഞിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. പ്രദേശത്ത് 7 അടിയിലേറെ മഞ്ഞുമൂടിയതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകൾ, ITBP, സൈന്യം എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. 24 ഡൽഹി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ച അടിച്ചുപിരിഞ്ഞു. നയതന്ത്ര മേഖലയിൽ അസാധാരണ സംഭവ വികാസങ്ങൾക്കാണ് ഓവൽ ഓഫീസ് വേദിയായത്. ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഓവൽ ഓഫീസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എന്നിവർ. തുടക്കമിട്ടത് JD വാൻസ്. റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെ കടുത്ത നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. പ്രശ്നപരിഹാരത്തിന് നയതന്ത്ര മാർഗം അനിവാര്യമാണ്. പ്രസിഡന്റ് ട്രംപ് അതാണ് ചെയ്യുന്നത്. വാൻസ് നിർത്തിയുടൻ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് സെലൻസ്കി. ആവാം എന്ന് വാൻസ്. സെലൻസ്കി: പുടിൻ ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങളുടെ രാജ്യത്തിന്റെ വലിയ ഭാഗങ്ങൾ കയ്യേറി. ക്രിമിയ കയ്യേറിയപ്പോൾ ഒബാമയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. പിന്നീട് ട്രംപും ബൈഡനും, ഇപ്പോൾ വീണ്ടും ട്രംപും പ്രസിഡന്റുമാരായി. 2014 മുതൽ ആരും പുടിനെ തടഞ്ഞില്ല. അയാൾ കയ്യേറി, അയാൾ പിടിച്ചടക്കി, ജനങ്ങളെ കൊലപ്പെടുത്തി. പറഞ്ഞു തീരും മുന്നേ ട്രംപ് ഇടപെട്ടു. 2014 ഞാൻ പ്രസിഡന്റ് ആയിരുന്നില്ല. വാൻസ് അത് ശരിവെക്കുകയും ചെയ്തു. സെലൻസ്കി: അതെ, പക്ഷെ 2014 മുതൽ 2022 വരെ സാഹചര്യങ്ങൾ മാറിയില്ലെന്ന് മാത്രം. പലവട്ടം പുടിനുമായി ചർച്ച നടത്തി. ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലടക്കം. വെടിനിർത്തൽ ഒപ്പുവെക്കും, പുടിൻ ലംഘിക്കും. ഇത്തരം ഒരാളോട് എന്തു നയതന്ത്രം എന്നാണ് നിങ്ങൾ പറയുന്നത്? JD വാൻസ്:
ഞാൻ പറയുന്നത് നിങ്ങളുടെ രാജ്യം നശിക്കാതിരിക്കാൻ നയതന്ത്രം വേണമെന്നാണ്. അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസിഡന്റിനോട് ബഹുമാനക്കുറവ് കാട്ടുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. സെലൻസ്കി, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ആരാഞ്ഞിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ ട്രംപ് ഇടപെട്ടു. ഞങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് നിങ്ങൾ പറയണ്ട. ഞങ്ങൾ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. സെലൻസ്കി, ഞാൻ പറയുകയല്ല, മറുപടി തേടുകയാണ്. ട്രംപ്, നിങ്ങൾക്ക് ഞങ്ങളോടങ്ങനെ വാശി പിടിക്കാനാവില്ല. പിന്നീട് ട്രംപും സെലൻസ്കിയും അമേരിക്കയുടെ നിലപാടിനെ ചൊല്ലി കൊമ്പുകോർത്തു. നിങ്ങളുടെ കയ്യിൽ കാർഡില്ലെന്നും പുതിയ കാർഡ് ഇറക്കണമെന്നും ട്രംപ്. ഞാൻ ചീട്ട് കളിക്കുകയല്ലെന്നും സീരിയസ് ആണെന്നും സെലൻസ്കി. ട്രംപ്, നിങ്ങൾ കാർഡ് ഇറക്കുന്നു, നിങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ചൂതാടുന്നു, നിങ്ങൾ മൂന്നാം ലോക യുദ്ധത്തിന് വഴിയൊരുക്കുകയാണ്. സെലൻസ്കി, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ശക്തമായ രാജ്യത്താണ് താമസിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, പക്ഷേ നന്ദിയുണ്ട്. ട്രംപ്, ഞങ്ങളുടെ ആയുധങ്ങളിലായിരുന്നെങ്കിൽ യുദ്ധം 2 ആഴ്ച കൊണ്ട് തീർന്നേനെ. സെലൻസ്കി, 3 ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പുടിൻ പറഞ്ഞത്. വാൻസ്, നിങ്ങൾ അമേരിക്കയ്ക്ക് നന്ദി പറയൂ. സെലൻസ്കി, പലവട്ടം പറഞ്ഞതാണ് നന്ദി. എങ്കിൽ വേഗം വെടിനിർത്തലിന് തയ്യാറാകൂ എന്ന് സെലൻസ്കിയോട് ട്രംപ്. തന്റെ രാജ്യത്തെ ജനങ്ങളോട് പറയാനാവില്ലെന്ന് സെലൻസ്കി. പിന്നാലെ ട്രംപിന്റെ വിരുന്നിന് നിൽക്കാതെ സെലൻസ്കി വൈറ്റ് ഹൗസ് വിട്ടു, ഇറക്കി വിട്ടു എന്ന് ചില മാധ്യമങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു പ്രതികരണത്തിലേക്ക്. ഫാസിസവുമായി ബന്ധപ്പെട്ട് CPI നിലപാടിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന CPI നിലപാട് CPMനില്ല. രാജ്യത്ത് ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നും, എന്നാൽ ഭരണകൂടം ഫാസിസത്തിലേക്കുള്ള യാത്രയിലാണെന്നും MV ഗോവിന്ദൻ കാസർഗോഡ് കയ്യൂരിൽ പറഞ്ഞു. ചിലർ പറയുന്നത് ഇതിപ്പോൾ തന്നെ ഫാസിസം ആയിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ CPIക്കാർ പറയുന്നത് ഫാസിസം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴും സ്വീകരിക്കുന്നതല്ല, മുമ്പേ സ്വീകരിച്ചത് തന്നെയാണ്. ഫാസിസമാണെങ്കിൽ കയ്യൂർ ഇങ്ങനെ ഒരു പരിപാടിയില്ല. ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്ത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗത്ത് ഭരണകൂട ശക്തികളാകെ ഒറ്റക്കെട്ടായി, ഭരണകൂടമാകെ മർദ്ദനോപകരണങ്ങളാകെ കയ്യിലേന്തി പ്രതിപക്ഷത്തിനെതിരായി, ജനങ്ങൾക്കെതിരായി കടന്നാക്രമത്തിന്റെ രീതി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനത്തെയാണ് ഫാസിസം എന്ന് ദിമിത്രോവ് വിളിച്ചത്. CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കയ്യൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജാഥ ലീഡർ M സ്വരാജിന് പതാക കൈമാറി. ഈ മാസം 6 മുതൽ 9 വരെ കൊല്ലത്താണ് CPM സംസ്ഥാന സമ്മേളനം. തെറ്റായ ഒരു പ്രവണതകൾക്ക് മുന്നിലും പാർട്ടി കീഴടങ്ങില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റായ ഒന്നിനെയും അംഗീകരിക്കില്ല. അത് കേഡർമാർക്കും പാർട്ടിക്കാകെയും ബാധകമാണ്. തെറ്റായ കാര്യങ്ങൾക്കെതിരായ പാർട്ടി നടപടികൾ നിരന്തര പ്രക്രിയയാണെന്നും MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. മുതലാളിത്ത സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെറ്റായ പ്രവണതകൾ പാർട്ടിക്കകത്തേക്ക് കടന്നുകൂടുന്നതെന്നാണ് MV ഗോവിന്ദന്റെ നിരീക്ഷണം. പണത്തോടുള്ള ആർത്തിയും പണമുണ്ടാക്കാനായി പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും പോലുള്ള പ്രവണതകൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അതിനോടൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. തെറ്റായ ഒരു പ്രവണതക്കും ഈ പാർട്ടി കീഴടങ്ങില്ല. എല്ലാ തെറ്റായ പ്രവണതകളെയും തിരുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് പാർട്ടിക്കാകെ ബാധകമാണ്, കേഡർമാർക്കും ബാധകമാണ്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നവും അത് ഏത് താഴെ തലത്തിലുള്ള ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ബ്രാഞ്ച് അതിർത്തിയിലുള്ള ആരുടെയെങ്കിലും ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നവും ഞങ്ങൾ സംസ്ഥാന സെൻറ്ററിൻ്റെ മുമ്പിൽ വരുന്ന ഒന്നിനെയും ഞങ്ങൾ അവഗണിക്കാറില്ല. എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ്. തെറ്റായ കാര്യങ്ങൾക്കെതിരായ പാർട്ടിയിലെ ചർച്ചയും നടപടികളും നിരന്തരമായ പ്രക്രിയയാണ്. ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം മാത്രമല്ല, സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് മാത്രമല്ല, അതൊരു തുടർച്ചയായിട്ടുണ്ടാകുന്ന ദൈനംദിന പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ തുടർന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് സദാ പറഞ്ഞുകൊണ്ടിരിക്കും, അത് സദാ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം. പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളും മറുപടികളും നടപടികളുമെല്ലാം നവീകരണ പ്രക്രിയയുടെ ഭാഗമാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. സമസ്ത ലീഗ് തർക്കം പരിഹരിക്കാനായി കോഴിക്കോട് നടന്ന അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതുവരെ പരസ്യ പ്രസ്താവന പാടില്ല എന്നും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂല വിരുദ്ധചേരികളുടെ തർക്കം മറനീക്കി പുറത്തു വന്നിട്ട് കാലം കുറയായി. പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ നടന്നെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ ലീഗിലെയും സമസ്തയിലെയും മുതിർന്ന നേതാക്കൾ മുൻകൈയെടുത്താണ് ഇന്ന് ചർച്ച നടത്തിയത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ,
PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ഒരു പൂർണ്ണമായ നിലക്കുള്ള ഒരു തീരുമാനം കാണും. എന്നിട്ട് എല്ലാവരും അതിനുള്ള പരിഹാരമൊക്കെ കണ്ട് അടുത്ത് തന്നെ എല്ലാവരെയും അറിയിക്കും. പിന്നെ അതുവരെ ഇനി പരസ്പരം ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രസ്താവനകളോ എന്തെങ്കിലും പരിപാടികളോ പ്രവർത്തനങ്ങളൊന്നും രണ്ടു കൂട്ടരെ ആരെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, ലീഗ് അനുകൂല നേതാക്കളായ സമദ് പൂക്കോട്ടൂർ, മായിൻ ഹാജി, നാസിർ ഫൈസി കൂടത്തായി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ഇരുവിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. കോഴിക്കോട് പയ്യോളിയിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് ചേലിയ സ്വദേശിനിയായ ആർദ്ര ബാലകൃഷ്ണനെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശുചിമുറിയിലെ ജനാലയിൽ ഷോളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വൈകിട്ട് 6 മണിയോടെ ആർദ്രയും മാതാവും ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രശ്നങ്ങളുള്ളതായി ഈ സമയത്തും പറഞ്ഞില്ലെന്നാണ് കുടുംബം പറയുന്നത്. മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഉണ്ടായത് നേരിയൊരു സംശയം എന്നറിയാൻ ഇന്നലെ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷവും അവരുടെ പെരുമാറ്റം, അതായത് ഒരു ദേശത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു സംഭവം നടന്നു, ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകില്ലെങ്കിൽ ഒരു അത്യാഹിതമൊക്കെ ഉണ്ടാവും, ഒരു ആപ്പ് വിളി അങ്ങനത്തെ. അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. തൊട്ടടുത്തുള്ള ആരും വിവരം അറിഞ്ഞില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. ഫെബ്രുവരി 2-നാണ് ചേലിയ സ്വദേശി ആർദ്രയുടെയും പയ്യോടി സ്വദേശി ഷാന്റെയും വിവാഹം നടന്നത്. കോഴിക്കോട് ലോ കോളേജിലെ 3ാം വർഷ LLB വിദ്യാർത്ഥിയാണ് ആർദ്ര. 24 കോഴിക്കോട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് വാട്സപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയുമായി യുവതി. കല്ലുരാവി സ്വദേശിനിയാണ് ഭർത്താവ് അബ്ദുൾ റസാഖിനെതിരെ പരാതി നൽകിയത്. സ്ത്രീധനം കുറഞ്ഞെന്ന പേരിൽ ഭർത്തൃവീട്ടിൽ ദിവസങ്ങളോളം പട്ടിണി കിട്ടു എന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ, പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി, എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. കഴിഞ്ഞ 3 വർഷമായി പെൺകുട്ടിയെ സഹിക്കുകയാണെന്നും ഇനി മുന്നോട്ട് പോകില്ലെന്നുമാണ് വാട്സാപ്പ് സന്ദേശം. കുട്ടിയുമായുള്ള ബന്ധം മുത്തലാഖ് ചൊല്ലി അവസാനിപ്പിക്കുകയാണെന്നും ഭർത്താവ് അബ്ദുൾ റസാഖ് പെൺകുട്ടിയുടെ പിതാവിന് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. 2022 ഓഗസ്റ്റ് 8-നാണ് കല്ലൂരാവി സ്വദേശിയായ 21-കാരിയും അബ്ദുൾ റസാഖും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് അബ്ദുൾ റസാഖിന്റെ കുടുംബം 50 പവൻ സ്വർണം സ്ത്രീധനമായി ചോദിച്ചെന്നും എന്നാൽ 20 പവൻ സ്വർണം മാത്രമാണ് നൽകാൻ കഴിഞ്ഞതെന്നും പെൺകുട്ടി പറയുന്നു. സ്വർണം കുറഞ്ഞുപോയെന്ന് ചൂണ്ടിക്കാട്ടി വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്തൃവീട്ടിൽ പീഡനം നടന്നു. ദിവസങ്ങളോളം പട്ടിണിക്കിട്ടെന്നും പെൺകുട്ടി നൽകിയ പരാതിയിലുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരും ഉമ്മാവും എന്നെ 2.5 വർഷത്തോളം എന്നെ ഇതാക്കിന്. ഭക്ഷണം തരാതെ റൂമിൽ അടച്ചിട്ടിന്. സ്ത്രീധനത്തിന്റെ പേരിൽ അബ്ദുൾ റസാഖിന്റെ മാതാവും സഹോദരിമാരും മകളെ പീഡിപ്പിച്ചെന്ന് കുട്ടിയുടെ പിതാവ്. ഞാൻ 31,000 കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവളെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ തലാക്കി ഇങ്ങോട്ടിട്ട് മാനസികമായിട്ട് അവരെ വീട്ടുകാരെ ലോൺ സ്പീഡ്. 2019 മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമം നിലവിൽ വന്നതിന് ശേഷം ജില്ലയിൽ ലഭിക്കുന്ന ആദ്യ പരാതിയാണിത്. 24 കാസർഗോഡ്. നിക്ഷേപ സംഗമത്തിലെ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കാൻ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ. നിക്ഷേപ വാഗ്ദാനങ്ങളുടെ അവലോകന യോഗം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേരും. കൊച്ചിയിൽ 24 ബിസിനസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വ്യവസായ മന്ത്രി P. രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ. അന്തിമ കണക്കുകൂട്ടലിൽ നിക്ഷേപ വാഗ്ദാനം 1,72,000 കോടിയായി. ഇനി വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റേത്. ഇനി 3-ാം തീയതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഓർഗനൈസേഷൻസുമായിട്ടുള്ള ആശയവിനിമയമാണ്. CIA, FICCI, KSSIA. ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം? അത് കഴിഞ്ഞാൽ 13-ാം തീയതി മന്ത്രിതല മീറ്റിംഗ് ആണ് വിവിധ വകുപ്പുകളുടെ. പിന്നെ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ്. മുഖ്യമന്ത്രി, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നിക്ഷേപ സംഗമത്തിലെ ഉറപ്പ് പ്രകാരം 50 കോടി രൂപ വരെയുള്ള സംരംഭം ആരംഭിച്ച് 3 മാസം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇപ്പം 50 കോടിയാണെങ്കിലും യൂണിയൻ ഗവൺമെന്റ് 125 കോടിയായിട്ട് MSME ഡെഫിനിഷൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 125 കോടി വരെ 3.5 വർഷം പ്രിൻസിപ്പൽ അപ്രൂവലിൽ പ്രവർത്തിക്കാൻ കഴിയും.
11 വിഭാഗങ്ങളിലായി സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റിന്റെ ഭാഗമായി CGM സിസ്റ്റം ഡിവൈസ് നൽകുന്ന കുഞ്ഞുമിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻ കെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ സമ്പന്നമാക്കി. 24 കൊച്ചി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ 2024 പുരസ്കാരം 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാന്. മലയാളി സംരംഭകരുടെ ജീവിതവും വിജയകഥകളും തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം. 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ വാല്യൂ പ്ലസ് എന്ന പരിപാടി ജനശ്രദ്ധ നേടിയിരുന്നു. ഈ മാസം 4-ന് വൈകിട്ട് 7 മണിക്ക് കൊച്ചിയിലെ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.